ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രിയുടെ ജാമ്യത്തിനെതിരെ SIT ഹൈക്കോടതിയിൽ അപ്പീൽ നൽകും. കണ്ഠരര് രാജീവർ പെരുങ്കള്ളന്മാരുടെ പട്ടികയിൽ തന്ത്രിയുടെ അറസ്റ്റ് മന്ത്രിയെ രക്ഷിക്കാനെന്ന് രമേശ് ചെന്നിത്തല. തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് മന്ത്രിയെ രക്ഷപ്പെടുത്താനുള്ള നീക്കമാണ് ഇവിടെ ഉണ്ടായത്. അപ്പൊ തന്ത്രിയുടെ അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. രോഗിയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ ഡോക്ടർക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് അന്വേഷണ സംഘം. ഒറ്റപ്പെട്ട സംഭവമെന്ന് MV ഗോവിന്ദൻ. കുറേയും കൂടി സെൻസിറ്റീവ് ആയിട്ടുള്ള മേഖലയാണ് ആരോഗ്യ മേഖല. അപ്പോൾ ആരോഗ്യ മേഖല നല്ല ശ്രദ്ധയോടുകൂടിയാണ് മുന്നോട്ടേക്ക് പോകുന്നത്. എന്നാലും ഇങ്ങനെയുള്ള ചില സംഭവങ്ങൾ അപൂർവമായിട്ടുണ്ടാകുന്നുണ്ട്. അപൂർവമായിട്ടുണ്ടാകുന്നത് ഒഴിവാക്കാൻ ആവശ്യമായ മുൻകരുതലോടുകൂടി മുന്നോട്ടേക്ക് പോകുമെന്ന് തന്നെയാണ് ഗവൺമെന്റ് തീരുമാനിച്ചത്. മന്ത്രിയും അത് തന്നെയാണ് പറഞ്ഞത്. നെടുമങ്ങാട്ടെ നവജാത ശിശുവിന്റെ മരണത്തിൽ ഡോക്ടർക്ക് ഗുരുതര വീഴ്ചയെന്ന് അന്വേഷണ സമിതി. മഞ്ചേരി മെഡിക്കൽ കോളേജിലും ചികിത്സാ പിഴവ് പരാതി. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്തി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പ്രതിനിധി സംഘം സംസ്ഥാനത്ത് ചീഫ് സെക്രട്ടറിയുമായി ചർച്ച നടത്തും. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിട്ട് BJP. ജമ്മുകശ്മീരിൽ ജെയ്ഷെ മുഹമ്മദ് കമാൻഡർ അടക്കം 2 ഭീകരരെ സൈന്യം വധിച്ചു. ആയുധങ്ങൾ പിടിച്ചെടുത്തു. ഓപ്പറേഷൻ ട്രാഷി തുടരുന്നു. കിഷ്ത്യാർ ജില്ലയിൽ വ്യാപക തെരച്ചിൽ. केरला की एक नन्ही मासूम आलिन शेरिन अब्राहम को खो दिया है. महज 10 महीनों में वो इस दुनिया से चली गई. कल्पना कीजिए, उसके सामने पूरी जिंदगी थी जो अचानक खत्म हो गई. അവയവദാനം ചെയ്ത ആലിൻ ഷെറിനെ മൻ കി ബാത്തിൽ അനുസ്മരിച്ച് പ്രധാനമന്ത്രി. മാതാപിതാക്കൾക്ക് അഭിനന്ദനം. കുഞ്ഞാലിൻ മറ്റുള്ളവർക്ക് പ്രതീക്ഷ നൽകുന്നു. വൈദ്യശാസ്ത്ര ഗവേഷണത്തിന് ഊർജ്ജം ലഭിക്കുമെന്നും മോദി. വിജയ് തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനിറങ്ങുന്നു. സ്റ്റാലിന്റെ കോട്ട പിടിക്കാൻ ദളപതി. പെരമ്പൂരിൽ നിന്ന് ജനവിധി തേടും. പ്രമേയം പാസാക്കി TVK. കോഴിക്കോട് മാങ്കാവ് ഹോട്ടലിന് നേരെ ആക്രമണം. പ്രകോപനം ഭക്ഷണം കഴിച്ച പണം ചോദിച്ചതിന്. ജീവനക്കാരനെ ഇരുമ്പ് വടി കൊണ്ട് മർദ്ദിച്ചു. എറണാകുളത്ത് ബാറിൽ ആളുമാറി യുവാവിനെ മർദ്ദിച്ച CCTV ദൃശ്യങ്ങൾ പുറത്ത്. T20 ലോകകപ്പിന്റെ സൂപ്പർ 8 മത്സരങ്ങൾക്ക് തുടക്കം. ഇന്ത്യയുടെ എതിരാളികൾ ദക്ഷിണാഫ്രിക്ക. പോരാട്ടം 7 മണി മുതൽ അഹമ്മദാബാദിൽ. അഭിഷേക് ശർമ്മ ഫോമിലേക്ക് ഉയരുമോ എന്നതിൽ ആകാംക്ഷ.